നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫെറാൻ ടോറസ് പോയി. ഫബ്രിസിയോ ഹിർവിഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു. മറ്റു മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫെറാൻ ടോറസ് ടു PSG 50 മില്യൺ യൂറോയാണ് FC ബാഴ്സലോണയ്ക്ക് ലഭിക്കുക. ഈ കാര്യം ഇപ്പോൾ ഫബ്രിസിയോ പറയുന്നുണ്ട്. അതിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വാർത്തയാണ്. ഫെറാൻ ടോറസിന് ബാഴ്സലോണ വിടണം എന്നുള്ളത് അദ്ദേഹം നേരത്തെ എടുത്ത തീരുമാനമാണ്. അത് നടപ്പാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് മാത്രമായിരുന്നു. ഏതായാലും ഫബ്രിസിയോ ഈ കാര്യത്തിൽ ഹിർവിഗോ ഒക്കെ വിളിക്കുന്നുണ്ട്. 50 മില്യൺ ട്രാൻസ്ഫർ ഫീ വിൽ ബി 50 മില്യൺ യൂറോ ഗ്യാരണ്ടീഡ് എന്നാണ്. ഏതായാലും അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ ഡീല് ഒഫീഷ്യലാവാനുള്ള സാധ്യതയാണിപ്പോൾ കാണുന്നത്. അതേസമയം ഇന്ന് ലാലിഗ ആരംഭിക്കുകയാണ്. ലാലിഗയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക്. പിന്നെ ബാഴ്സലോണയുടെ ആദ്യ മത്സരം 24-ാം തീയതിയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എൽച്ചയ്ക്കെതിരെയാണ്. ബാഴ്സലോണ വേഴ്സസ് എൽച്ചെ മത്സരം, എവേ മത്സരമാണ്. 23-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം പറയുമ്പോൾ 24-ാം തീയതി പുലർച്ചെ 1 മണിക്കാണ് ആ കളി. ഇങ്ങനെ കളിയൊക്കെ തൊട്ടരികിലെത്തി നിൽക്കുമ്പോൾ ബാഴ്സലോണയ്ക്ക് FC ബാഴ്സലോണയ്ക്ക് ഒരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. അതാണ് ഇനിയൊരു പരിഹാരം കാണേണ്ടത്. അതായത് ബാഴ്സലോണ ഡോണ്ട് ഹാവ് എ സ്ട്രൈക്കർ ഫോർ നെക്സ്റ്റ് സീസൺ. ലെവൻഡോസ്കി നേരത്തെ പോയതാണ്. ഫെറാൻ ടോറസ് ഇപ്പോൾ പോകുന്നു. സോ ആര് എന്നുള്ള ചോദ്യമുണ്ട്. ഹുലിൻ ആൽവാരസിനായിട്ട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഡീല് നടന്നില്ലെങ്കിൽ വളരെ ക്രേസി ആയിട്ട് മറ്റേതെങ്കിലും സ്ട്രൈക്കറെ തപ്പി ബാഴ്സ ഇറങ്ങും ഈ സീസണിൻ്റെ ഈ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ഘട്ടത്തിൽ എന്ന് കരുതേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ. ആൻ്റണി ഗോർഡൻ സ്ട്രൈക്കർ റോളിൽ കളിക്കാൻ കപ്പാസിറ്റിയുള്ള താരമാണ് എന്ന വിശ്വാസത്തിലാണ് ബാഴ്സലോണയുടെ തലപ്പത്തിരിക്കുന്നവർ, അതുപോലെ കോച്ചിങ് സ്റ്റാഫൊക്കെ ഉള്ളത് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പം ഇന്നലത്തേക്ക് ട്രെയിനിങ്ങിലൊക്കെ കോച്ച് നടത്തിയിട്ടുള്ള രീതി കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഗോർഡൻ ഇടത് പാർശ്വത്തിൽ, വലതു പാർശ്വത്തിൽ അഡയേമി, ലാമിൻ ഒരു ഫോൾസ് 9 റോളിൽ, അതുപോലെ ഫെർമിൻ തൊട്ടുപുറകിൽ നിൽക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ റാഫീഞ്ഞ ഇടതു പാർശ്വത്തിൽ കളിക്കുന്നു, വലതു പാർശ്വത്തിൽ ലാമിനാണെങ്കിൽ അഡയമയോ ഗോർഡനോ ആ ഒരു സ്ട്രൈക്കർ റോൾ ഏറ്റെടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് ടീം പോയേക്കും. അല്ലാതെ വളരെ പാനിക്കായിട്ട് വളരെ പെട്ടെന്നൊരു സ്ട്രൈക്കറെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കില്ല. ഡെക്കോയുടെ അടുത്ത് പ്ലാൻ എ നടന്നില്ലെങ്കിൽ ബിയും സിയും ഡിയും ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബാഴ്സ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്ട്രൈക്കറെ കൂടി കൈവിടുകയാണ്. സ്ട്രൈക്കർ ഇല്ലാതെ, ഫസ്റ്റ് ടീമിനൊരു സ്ട്രൈക്കർ ഇല്ലാതെ ഇതാ ലാലിഗ ആരംഭിക്കാൻ പോകുന്നു. ബാഴ്സയുടെ കയ്യിൽ ഒരു സ്ട്രൈക്കർ ഇല്ല. വരും ദിവസങ്ങളിൽ പരിഹാരം കാണുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.